ഗൈസ് ഇന്ന് നമ്മൾ വേറൊരു ഡിഫറെൻറ്റ് മണ്ഡലമാണ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ഇൻ ദ സെൻസ് ഒരു തീമിലുള്ളതാണ് ചെയ്യുന്നത്. തീം ഇസ് നമ്മൾ റെയിൻബോ എന്നുള്ളൊരു തീമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ചെയ്തിരിക്കുന്നത് ഈ മിഡിൽ, നമ്മുടെ പേജിൻ്റെ മിഡിൽ, ഓൾമോസ്റ്റ് മിഡിൽ ഞാനിങ്ങനെ ഒരു ചുമ്മാ ഒരു ലൈൻ, ഒരു ചെറിയൊരു ലൈൻ കൊടുത്തു. വിച്ച് ഇസ് യൂസിങ് പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഒരു ലൈൻ കൊടുക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഓരോരോ സെഗ്മെൻ്റ് ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ ആദ്യം കുറച്ച് സർക്കിൾസ് വരച്ച് വയ്ക്കാം. അപ്പോൾ ഒരു ടൈനി ആയിട്ടുള്ള, നമ്മൾ അറിയാം റെയിൻബോയിൽ 7 കളേഴ്സാണ്. നമ്മൾ 7 കളേഴ്സ്, ഓൾമോസ്റ്റ് 7 കളേഴ്സ് റെയിൻബോയിൽ വരുന്ന നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന കളേഴ്സ്. അപ്പോൾ 1, ഇത് 1, അതിൻ്റെ ഉള്ളിൽ രണ്ടാമത്തത്, കഴിഞ്ഞാൽ മൂന്നാമത്തെ സർക്കിൾ, അത് കഴിയുമ്പോൾ നാലാമത്തെ സർക്കിൾ, അഞ്ചാമത്തെ സർക്കിൾ, ആറാമത്തത്. എല്ലാം ഹാഫ് സർക്കിളാണ് കേട്ടോ. നമുക്കറിയാം റെയിൻബോ നമ്മൾ ഹാഫായിട്ടാണ് കാണുക. അപ്പോൾ അങ്ങനെ 7 ലെയേഴ്സ് നമ്മൾ വരച്ചു. ഇവിടെ കുറച്ചൊരു കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാനതൊന്ന് ഇതാക്കിക്കോ. ഈ 7 ലെയർ വരച്ചതിന് ശേഷം ഈ ഭാഗത്ത് ഞാൻ ഇങ്ങനെ നല്ല ഹാർഡായിട്ട് ഇവിടെ ഇങ്ങനൊരു ക്ലൗഡിൻ്റെ ഒരിത് കൊടുക്കുകയാണ്. നമ്മൾ ക്ലൗഡ് മുന്നേ വരച്ചിട്ടുണ്ട്, സോ യു മൈറ്റ് നോ. അത് ലാസ്റ്റ് വർക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വരച്ച് വയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വയലറ്റ് കൊണ്ടാണ്, പേർപ്പിൾ എന്നുള്ളൊരു ഇതുകൊണ്ട്. അപ്പോൾ പേർപ്പിളിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ഈ ഒരു ലൈന് ഞാൻ ചുമ്മാ ഒന്നിങ്ങനെ പേർപ്പിൾ കളറിലൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഞാൻ ഇങ്ങനൊരു പെറ്റൽ വരച്ചിട്ട് നെക്സ്റ്റ് അവിടേക്ക് നെക്സ്റ്റ് പെറ്റൽസ് ഈ സെൻറ്ററിൽ കൊണ്ടുവന്നിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. ഇമ്പോർട്ടൻറ്റ്, ഈ ക്ലൗഡിൽ ടച്ച് ചെയ്യരുത്. ലാസ്റ്റത്തെ വരുമ്പോൾ ക്ലൗഡിൽ ടച്ച് ചെയ്യാതെ, ക്ലൗഡിൽ ഇൻ കേസ് നിങ്ങളുടെ ടച്ച് ആവുന്നുണ്ടെങ്കിൽ അവിടെ ബ്രേക്ക് ചെയ്യുക. ഒറ്റ ബ്രേക്ക് ചെയ്തിട്ട് എവിടെയാണോ ബാക്കി വരുന്നത് ആ ഒരു ഭാഗം, ഇപ്പം ഇവിടെ തട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വരച്ച് കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത്. എന്നിട്ട് ഞാൻ ഈ ബാക്കി ഇവിടെ വരുന്ന ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു സ്കെയിൽ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഹാഫ് വേയിൽ ഇവിടെ നിന്ന് നല്ല ലെങ്ത്തിലൊരു ലൈൻ വരയ്ക്കുക. കണ്ടോ ഇങ്ങനെ. ഇനി അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെ അധികം ഗ്യാപ്പ് ഇല്ലാതെ അടുത്തൊരു ലൈൻ വരയ്ക്കുക. ഇനി അത് വരച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ ഇങ്ങനെ. ഇറ്റ് ഷുഡ് ലുക്സ് ലൈക്ക് ഇവിടെ നിന്ന് ലൈൻസ് ഇങ്ങനെ വരുന്ന രീതിയിൽ തോന്നണം. കണ്ടോ. ഇനി നെക്സ്റ്റ് നമ്മളപ്പോൾ ഇവിടെ ഈ ഒരു ഈ ക്ലൗഡിൻ്റെ ഈ അറ്റത്തുനിന്ന് അതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരും. എന്നിട്ട് ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ അറ്റത്ത് ഒരു ഡ്രോപ്ലെറ്റ് ഇട്ട് കൊടുക്കും. നമ്മൾ ഈ ഡ്രോപ്ലെറ്റ് ഫിൽ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ ഇടയിലെല്ലാം ഇങ്ങനെ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ പേർപ്പിൾ എൻഡ് ചെയ്യാം, കാരണം പേർപ്പിൾ ഈസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. ഒരു ഇൻഡിഗോസ് ഒരു ബ്ലൂയിഷ് ടിൻ്റാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ടേക്കൺ ബ്ലൂ. ഞാൻ കണ്ടോ ഇവിടെ എനിക്ക് ക്ലൗഡ് വരുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്തു നിന്നാണ് എടുക്കുന്നത്.
ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതെങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, സോ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ഇതിൽ കൊടുക്കാൻ പോകുന്നത് ഇങ്ങനെ നമ്മൾ സ്ക്വയർ ഈ സർക്കിൾ തന്നെ കുറച്ച് ഇങ്ങനെ ആ ഒരു പെറ്റൽസ് വരയ്ക്കില്ലേ, നമ്മൾ സാധാരണ ഇങ്ങനെ റൗണ്ടായി വരയ്ക്കും. അതിന് പകരം ഇങ്ങനെ കൊണ്ടുവരിക, ഒരു സ്ക്വയർ പോലെ ആക്കി, അതായത് ഈ ലൈനിൽ കൂടെ കുറച്ച് സ്ട്രെയിറ്റ് ആക്കി കൊണ്ടുവരിക. അപ്പം നമുക്കൊരു സ്ക്വയർ പോലെ കിട്ടും, സ്ക്വയറിഷ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു, ബിക്കോസ് അവിടെ അത്രേ ഉള്ളൂ. ഇനി ഞാൻ ഇതിനെല്ലാം ഹാഫാക്കി ഡിവൈഡ് ചെയ്യണം. ഇനി ഇതിൽ 1 2 ഈക്വലായിട്ട് കേട്ടോ. പിന്നെ 4 ഡിവൈഡ് ചെയ്യുകയാണ്. ഇപ്പുറത്തും നമ്മൾ ലീഫിനൊക്കെ വരച്ചു കൊടുക്കുന്ന പോലെ. സോറി ഫോർ ദ നോയ്സ്. ഇങ്ങനെ ഇപ്പുറത്ത് നമുക്ക് ഹാഫ് വിസിബിൾ ഉള്ളത് കൊണ്ട് ഹാഫ് വരെ. ഓക്കെ, ഇത്രയും കൊടുക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ സെൻറ്റർ മാത്രം ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കും. നമ്മൾ ഇതിലാണെങ്കിൽ മുകളിലത്തെയും താഴത്തെയും ഇതിൽ സെൻറ്റർ മുകളിലത്തെയും സെക്കൻഡ്. അപ്പം അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മുടെ ഓരോന്നിലും ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കും. നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഞാനിത് മൊത്തത്തിലൊന്ന് വരച്ചെടുക്കാൻ പോവാണ്. യു ക്യാൻ ഓൾസോ കണ്ടിന്യൂ. ഞാൻ ഓരോന്നിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഒരെണ്ണം 1-2 എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറയുണ്ടെങ്കിൽ ഐ വിൽ ബി ട്രൈങ് ടു ഫിനിഷ് ഇറ്റ്. പതുക്കെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ. അപ്പോൾ നമ്മളിത് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ എങ്ങനെ കൊടുത്തോ അതേപോലെ ഈ ബ്ലൂവിൻ്റെ. അപ്പം ഞാൻ ബ്ലൂ വരയ്ക്കുന്നതിന് മുന്നേ ഞാൻ കൊടുക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബ്ലൂ ഇല്ലേ, ഈ ബ്ലൂവിൻ്റെ എൻഡ് ചെയ്യുന്ന പോയിന്റിൽ ഒരു ലൈൻ ഇങ്ങനെ സ്കെയിൽ വെച്ച് വരയ്ക്കും. പക്ഷേ ഇറ്റ് ഷുഡ് ബി ഷോർട്ടർ ദാൻ. ഇത് ലോങ്ങർ ആയിരിക്കണം, ഇത് ഷോർട്ടർ ആയിരിക്കണം. നമ്മൾ എവിടെ വയലറ്റിന് എത്ര ലെങ്ത്ത് കൊടുത്തോ അതിനെക്കാട്ടും ഷോർട്ടർ ആയിരിക്കണം. എന്നിട്ട് ചെറിയ ഡിസ്റ്റൻസിൽ ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ലോങ്ങറായി ഇവിടെ ഷോർട്ടറായി. ഇനി ഇത് കഴിയുമ്പോൾ അടുത്തത് ഇവിടത്തേതിനെക്കാട്ടും ഷോർട്ടറായിട്ട് ഒരു ലൈനും കൂടെ കൊടുത്തു. എന്നിട്ട് ഇതേപോലെ ഡ്രോപ്ലെറ്റ് നമ്മൾ മുകളിൽ എങ്ങനെ ഡ്രോപ്ലെറ്റ് പേർപ്പിളിന് കൊടുത്തോ അതേപോലെ ഒരു ബ്ലൂ കളർ ഡ്രോപ്ലെറ്റും കൂടെ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിലൊക്കെ കൊടുത്ത പോലെ തന്നെ ചെറിയ ഡോട്ട്സ് അതിലിട്ട് കൊടുക്കും. നമ്മൾ വയലറ്റും കഴിഞ്ഞു, ബ്ലൂവും കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ബ്ലൂവിലേക്കാണ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, വിബ്ജിയോർ അല്ലേ. ഞാൻ ഈ സ്കൈ ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത്. സ്കൈ ബ്ലൂ കളർ എടുത്തിട്ട് ഔട്ടർ ലൈന് കൊടുക്കുക ഫസ്റ്റ്.
ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു പെറ്റലില്ലേ, ആ പെറ്റലാണ് കൊടുക്കുന്നത്. അത് ത്രൂ ഔട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഹാഫേ വന്നുള്ളൂ, അപ്പോൾ ഞാൻ ഹാഫ് വെച്ചിട്ട് നിർത്തി ഈ ഒരറ്റത്ത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു ഡിസൈനില്ലേ അതിൻ്റെ 3 എണ്ണമാണ് കൊടുക്കുന്നത്. 1 2 3, അങ്ങനെ 3 എണ്ണം ഉള്ളത് മതി, അതിൽ കൂടുതലുള്ളത് വേണ്ട. ഞാനിത് കൂടുതൽ ചെയ്യുന്നത്, ഈ ഒരു പ്രിൻ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇത് മണ്ഡലയിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്കത് പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചില പ്രിൻ്റുകൾ മൾട്ടിപ്പിൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ വരുമ്പോൾ ഹാഫ് ഈ സർക്കിൾ, ഹാഫ് അതിൻ്റെ ചെറിയ സർക്കിൾ, അത്രയും മതി. നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടെ കൊടുക്കാം, പക്ഷെ ഇപ്പോൾ ഇത് മതി നമുക്ക്. ഓൾറൈറ്റ്, എന്നിട്ട് ഈ ഗ്യാപ്പിലെല്ലാം ഒരു സർക്കിളും കൂടെ വരുന്ന രീതിയിൽ കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ ഇട്ടിട്ട് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ഇടുക, അത് ഫിൽ ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരെണ്ണം കൂടെ കൊടുത്തു, എന്നിട്ട് ഫിൽ ചെയ്ത് കൊടുത്തു. ത്രൂ ഔട്ട് ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഒരു ഔട്ടർ ലെയർ കൊടുക്കുക, പിന്നെ അതിൻ്റെ സെൻറ്ററിൽ, അപ്പോൾ അവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആവും. ആ ബ്ലാങ്ക് സ്പേസ് അങ്ങനെ ഫില്ലായി കിട്ടും നമുക്ക്. ഇതാണ് മിനിമം പ്രിൻസ് യൂസ് ചെയ്തിട്ട് മാക്സിമം സ്പേസ് നമ്മൾ കവർ ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ എല്ലാം ഹാഫ് ആയതുകൊണ്ടൊക്കെ ഞാൻ ഹാഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബ്ലൂവിൻ്റെ ഇപ്പുറത്തെ ഭാഗമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ മറ്റേ ബ്ലൂവിന് ചെയ്ത പോലെ തന്നെ ലൈറ്റ് ബ്ലൂ വരയ്ക്കുക, പക്ഷേ ഷോർട്ടർ ദാൻ ദ ഡാർക്ക് ബ്ലൂ. എന്നിട്ട് ഡിഫറെൻറ്റ് ലൈൻസ് കൊടുക്കുക. വേണ്ട, നമ്മളിങ്ങനെ കൊടുക്കും. ഇനി നെക്സ്റ്റ് ഇപ്പുറത്ത് കൊടുക്കുമ്പോൾ അഗൈൻ ഈ ബ്ലൂവിനെക്കാട്ടും കുറച്ചുകൂടെ ഷോർട്ട്. എന്നിട്ട് ഞാൻ അവിടെ ഒരു ബബിൾ കൊടുത്തു. എന്നിട്ട് ഐ എം ജസ്റ്റ് ആഡിങ് സം ഡോട്ട്സ്. ഓൾറൈറ്റ്, കണ്ടോ? ഇത്രയും. നെക്സ്റ്റ് നമുക്ക് ഗ്രീനിൻ്റെ പാർട്ടാണ്. അപ്പം ഞാൻ നല്ല ഡാർക്ക് ഗ്രീൻ കളർ എടുത്തു. യു ക്യാൻ ഓൾസോ ഓപ്റ്റ് ഫോർ ലൈറ്റ് ഗ്രീൻ. ഞാൻ കുറച്ചത് ഡാർക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഓൾറൈറ്റ്, ഇനി ഇതിന് ഞാൻ കൊടുക്കുന്ന ഇങ്ങനെ തിന്നായിട്ടുള്ള ലൈൻസ്, അത് കുറച്ച് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. തിന്നായിട്ടുള്ള പെറ്റൽസ് ഇങ്ങനെ ആർച്ച് പോലെയുള്ള ഡിസൈന് കൊടുത്തുകൊണ്ട് ഇനി ഇപ്പുറത്തെ സൈഡ്. ഇനി ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ചെറിയ ചെറിയ ലൈൻസ്, ഒറ്റ ലൈൻ ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇത്രയായി. ഇനി നമുക്ക് ഇപ്പുറത്തേത് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചു.
ഇനി ഇപ്പുറത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ ഇവിടെ ഒരെണ്ണം കൂടെ കൊടുക്കുകയാണ്. ഇത്രയായി. യെല്ലോ ആണ്. യെല്ലോന് നമുക്ക് പെന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഗോൾഡൻ കളറാണ്. അപ്പം ഞാൻ എൻ്റെ കളക്ഷനിലുള്ള ഗോൾഡൻ വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു ഔട്ടർ ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. യെല്ലോ അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് വരച്ച് കഴിഞ്ഞാൽ എപ്പോഴും കുറച്ച് സ്ട്രോങ് ആയി നിൽക്കണമെങ്കിൽ നല്ല മോട്ടീഫുകൾ അവിടെ കൊടുക്കണം. അപ്പം ഞാനിങ്ങനെ സ്ക്വയേഴ്സാണ് കൊടുക്കുന്നത്. ഇങ്ങനെ കുറച്ച് റൗണ്ടഡ് ആയിട്ടുള്ള സ്ക്വയേഴ്സ്, അറ്റങ്ങൾ മാത്രം കുറച്ച് റൗണ്ട് ചെയ്തിട്ട്, അതായത് ഇവിടുന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക, ഇവിടെ കൊണ്ടുവരിക, ഇത്തിരി റൗണ്ട് ചെയ്ത് തന്നെ താഴോട്ട് കൊണ്ടുവരിക. അപ്പോൾ റൗണ്ടഡ് ആയിട്ടുള്ള സ്ക്വയേഴ്സ് കിട്ടും. ഇത്രയായില്ലേ. ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനത്തെ ആർച്ചുകൾ. ഇനി ഒരു ചേഞ്ചിന് ഞാൻ നല്ല ബ്രൈറ്റ് യെല്ലോ കണ്ട് അതിൻ്റെ ഉള്ളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. യെല്ലോ ഒന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ബാക്കിയുള്ള കളേഴ്സിൻ്റെ കൂടെ യെല്ലോ ഭയങ്കര ലൈറ്റായി പോകും. ഇനി ഇതേ യെല്ലോ വെച്ചിട്ട് തന്നെ ഞാൻ കുറച്ച് ഗ്രീനിനെക്കാട്ട് ഷോർട്ടർ ലൈൻസ് വരച്ചു. ഇങ്ങനെ വരച്ചു. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു. യെല്ലോ വരെ ആയി. സെക്കൻഡ് റോ ഇസ് ഗോണ ബി ഓറഞ്ച്. നമ്മൾ ഓറഞ്ച് കൊണ്ടിങ്ങനെ ലൈൻ കൊടുത്തു. ഇനി വരച്ചു. ഇനി നമ്മളിതിൽ ട്രയാങ്കിൾസ് ആണ് കൊടുക്കുന്നത്. നമ്മളിതിലെ പ്രിൻസൊക്കെ മാക്സിമം സിമ്പിളാക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ, വേറെ ഒന്നുമല്ല. ദർ ഇസ് സോ മച്ച് ഗോയിങ് ഓൺ. ഇവിടെ ഇതുണ്ട് അങ്ങനെ കുറേ ഉള്ളത് കാരണം മാക്സിമം നമുക്കത് സിമ്പിളാക്കി വെക്കുന്നതാണ് നല്ലത്. സെൻട്രൽ ലൈൻ കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കാം.
കണ്ടോ? നമ്മളിപ്പോൾ ഒരു ഹാഫ് പെറ്റൽ ഫില്ല് ചെയ്യുന്ന ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ലൈൻസ് യൂസ് ചെയ്തിട്ട് ഓരോന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. ഇനി നമ്മളിവിടെ കൊടുത്ത പോലെ തന്നെ ഒരെണ്ണം ഇപ്പുറത്തും കൊടുക്കും. എവിടെയും ബ്ലാങ്ക് ആയിട്ടും പോകാൻ പാടില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഇത്രയും ചെയ്യും. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഈ ഒരു ലൈൻസ് നമ്മൾ ഓറഞ്ചിൻ്റെ അവിടെ വന്നു യെല്ലോനെക്കാട്ടും ഷോർട്ടർ ലൈൻസ് വരയ്ക്കുകയാണ്. ഷോർട്ടർ ലൈൻസ് വരച്ചു. ഇനി ഇപ്പുറത്ത് ഞാനൊരു ഡ്രോപ്ലെറ്റും വരച്ചു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ലിറ്റിൽ ഡോട്ട്സ്. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ. നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലുള്ള റെഡാണ്. സോ ഐ എം ഗിവിങ് ദ റെഡ് ലൈൻ. കുറച്ചും കൂടെ നല്ല മാർക്കർ യൂസ് ചെയ്തിട്ട് റെഡ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ തോട്ടൊക്കെ ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്തിട്ട് സെയിം പെന്ന് കൊണ്ട് തന്നെ യൂസ് ചെയ്യണം. ഇനി ഇതിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് അല്ലേ കുറച്ച് വലിയ സ്ക്വയേഴ്സാണ് കേട്ടോ. ഇതിങ്ങനെ ഇത്രയും വീതിയുള്ള സ്ക്വയേഴ്സ് അല്ല, റെക്റ്റാങ്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ നിന്ന് വീണ്ടും തുടങ്ങണം, അപ്പോഴേ ഈ ഗ്യാപ്പ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാട്ടോ. കൊണ്ടുവരിക, ഇവിടെ കൊണ്ടുവന്ന് അവസാനിക്കുക, വീണ്ടും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകും. നമ്മളിവിടെ നിന്ന് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ കൊണ്ടുവന്നു, എൻഡ് ചെയ്തു. നെക്സ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നു, എൻഡ് ചെയ്തു. കൊണ്ടുവന്ന് അവസാനം നമുക്ക് ഇത്രയും ബ്ലോക്സ് കിട്ടും. ഇനി ഇതിൻ്റെ ഉള്ളിലെല്ലാം ഞാൻ ലോട്ടസ് ആണ്, 5 പെറ്റൽസ് ഉള്ള ലോട്ടസ് അത്രയും കൊടുത്താൽ മതി. നമ്മുടെ സെൻറ്ററിൽ ഒരു ഇങ്ങനത്തെ ഒരു ഐ പോലത്തെ ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് ലോട്ടസിൻ്റെ പെറ്റൽസ് ഇങ്ങനെ വരയ്ക്കുന്നതല്ലേ, ഇവിടെ കൊണ്ടുവരിക, നേരെ താഴത്തേക്ക് സ്ട്രെയിറ്റ് ഒരു ലൈൻ മുകളിലേക്ക് കൊണ്ടുവരിക, താഴത്തേക്ക്. 5 പെറ്റൽസേ പാടുള്ളൂ കേട്ടോ, അതിൽ കൂടുതൽ പാടില്ല. 1 2 3 4 5. ഏതൊരു ലോട്ടസ് ആയിക്കോട്ടെ, ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കാൻ കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു പേപ്പറിൽ വരച്ച് നോക്കുക. വരച്ച് നോക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് വരയ്ക്കുക.
കണ്ടോ, നമ്മൾ ഇത്രയും നമ്മുടെ ലോട്ടസുകളും ആ സ്ക്വയറിനുള്ളിൽ വരച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ഈ റെഡിൻ്റെ ലൈൻസാണ് കൊടുക്കുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ ഞാനത് ഓറഞ്ചിനെക്കാട്ടും ഷോർട്ടറായി കീപ്പ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, റെഡിൽ ലൈൻസ് ഇങ്ങനെ എത്തി. ഇനി ഇപ്പുറത്ത് ലാസ്റ്റ് വൺ ഞാനിവിടെ ഇങ്ങനെ കൊണ്ടുവന്നു. ഇത് വീണ്ടും ഒരു ഇത് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഇത്രയും കൊണ്ട് പിന്നെ നമ്മുടെ ബിബ്ജിയോറിൻ്റെ ഹാഫ് വേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് ചെയ്യാനുള്ളത്. അത് നമുക്കിപ്പോൾ ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് നല്ല ബ്ലാക്ക് കൊണ്ട് ഞാൻ നല്ല മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ബ്ലാക്ക് നല്ലൊരു ജെൽ പെന്നോ മാർക്കർ പെന്നോ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് നല്ല ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. ഐ എം സോ സോറി ഗൈസ് ഫോർ ദ നോയ്സ്. ഇവിടെ ഹോസ്പിറ്റൽ വളരെ ക്ലോസ് ബൈ ഉണ്ട് എൻ്റെ വീട്ടിൻ്റെ. അതാണ് ഇങ്ങനെ നിങ്ങൾക്ക് ആംബുലൻസിൻ്റെ സൗണ്ട്സ് ഡിസ്റ്റർബിംഗ് ആണെന്ന് എനിക്ക് അറിയാൻ പറ്റും. ഇത് പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ വീഡിയോ പോസ് ആവും. അതുകൊണ്ട് ഓക്കെ, ഞാൻ അത് കുറച്ചും കൂടെ കട്ടിയിലാക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഹൈലൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനല്ല. ആയില്ല. ഇനി അതിൻ്റെ ഉള്ളിൽ ഇനിയും കുറച്ചും കൂടെ വർക്ക് ചെയ്യാം. ഒരു തിൻ ലൈൻ ഓഫ് പേപ്പർ, ഒരു പെന്നെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ എന്നിട്ട് നമുക്ക് പറ്റാവുന്ന അവിടെയെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള ഇങ്ങനെ സ്പൈറൽസ് കൊടുക്കും. നിങ്ങൾക്ക് എങ്ങനെയാണോ സ്പേസിങ് കിട്ടുന്നത് അതുപോലെ കൊടുത്താൽ. അപ്പം ഞാനിവിടെ ഈ ഒരു സ്പേസിങ് എടുത്തിട്ട് കൊടുക്കാം. കണ്ടോ, ഇനി നമുക്കിവിടെ കൊടുക്കാം. സ്ഥലം ഇല്ലെങ്കിൽ ചെറുതൊക്കെ കൊടുക്കാം കേട്ടോ. അതെവിടെയൊക്കെ ഞാൻ കണ്ടോ ചെറുതൊക്കെ കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഓവറോൾ റെയിൻബോ മണ്ഡല.